ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ എന്നാൽ അവർക്ക് വളരെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 4 സ്ലൈസ് ഇതേപോലെ ബ്രെഡ് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡിലെ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് ഒന്ന് മുറിച്ച് മാറ്റണം. അപ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു ബ്രെഡിൻ്റെ 4 സൈഡിലുള്ള ബ്രൗൺ ഷെയ്ഡൊക്കെ മാറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് നമുക്ക് ഇതേപോലെ ക്യൂബ്സായി കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, എല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ബൗൾ വെച്ചു, ബൗളിലേക്കൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഇടുന്നത് ഒരു 1/4 കപ്പോളം ഉള്ള സവാള ഇതേപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണോളമുള്ള തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ്, അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ ക്യാപ്സിക്കം ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാനൊരു 1/2 ടീസ്പൂണോളം ഉള്ള പെപ്പർ പൗഡറാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലെ 1/4 ടീസ്പൂണിനും താഴെ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂണോളം ഉള്ള ഓർഗാനോ ആണ്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാനൊരു 1/2 ടീസ്പൂണോളം ഉള്ള ചില്ലി ഫ്ലേക്സും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഉള്ള ടൊമാറ്റോ കെച്ചപ്പാണ്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇതേപോലെയുള്ളൊരു ഒരു ഗ്ലാസ് ബൗളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീലിൻ്റെ ബൗൾ വേണമെങ്കിൽ എടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഓയിൽ വേണമെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു ഫില്ലിംഗ് ഇല്ലേ, അത് പകുതി നമുക്കിതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ഇപ്പം ഞാൻ പകുതി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്ലൈസ് ചീസാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇതേപോലെ ഒന്ന് മുറിച്ച് എല്ലായിടത്തേക്കും ഒന്ന് വെച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ എല്ലാം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയിരിക്കുന്ന ആ ഒരു ഫില്ലിങ്ങും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കണം. ഇപ്പം ഞാൻ മൊത്തം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഞാൻ ഒരു സ്ലൈസ് ചീസും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് മുറിച്ചൊന്ന് വെച്ച് കൊടുക്കും. അപ്പോൾ എല്ലായിടത്തേക്കും ആ ചീസ് ഒന്ന് മെൽറ്റായി വരും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ എല്ലായിടത്തേക്കും ഒന്ന് മുറിച്ച് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടി ഇതേപോലെ ഒന്ന് സ്പൂൺ വെച്ച് ഇതേപോലെ എല്ലായിടത്തേക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു അടുപ്പിലൊരു പാത്രം വെച്ചു, അതിലൊരു റിങ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നല്ല രീതിയിലൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഈ ഒരു ബൗൾ ഇതിലേക്കൊന്ന് എടുത്ത് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 6 തൊട്ട് 7 മിനിറ്റ് വരെ നമുക്ക് നല്ല രീതിയിലൊന്ന് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് 6 to 7 മിനിറ്റ്സ് വരെ ഇത് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കുമ്പോൾ കണ്ടോ, നമ്മളുടെ ആ ഒരു ചീസൊക്കെ നല്ല രീതിയിൽ മെൽറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് പുറത്തേക്ക് എടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ ഇവിടെ കണ്ടോ, നല്ല അടിപൊളിയാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. കുഞ്ഞുങ്ങളൊക്കെ വേഗം തന്നെ കഴിച്ച് തീർക്കും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ചീസും ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ആ ഓർഗാനോടെ എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു മണവും ഫ്ലേവറും ഒക്കെയാണ്. അപ്പോൾ ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അപ്പോൾ ഇതേപോലെ ഒരു പുതിയ വീഡിയോയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.